ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, എക്സാം നടത്താം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 8085 ബസ് ഓർഗനൈസേഷൻ ആൻഡ് പിൻ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ബസ് ഓർഗനൈസേഷൻ 8085 മൈക്രോ പ്രോസസറിന്റെ ബസ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ 8085 എന്ന് പറയുന്ന മൈക്രോ പ്രോസസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒരു ചെറിയ ചിപ്പ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഫിസിക്കലി ഈ വലിപ്പേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ വരച്ച ഈ വലിപ്പേ ഉണ്ടാവുള്ളൂ, ചെറുതാ. ദാറ്റ് ഈസ് നമ്മുടെ ചെറിയൊരു ചൂണ്ടുവിരലിന്റെ പകുതി ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിനകത്തുള്ള സംഭവങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആർക്കിടെക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ മൈക്രോ പ്രോസസർ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ALU ഉണ്ട്, അരിത്മെറ്റിക് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഇനി മെമ്മറി യൂണിറ്റ് സെപ്പറേറ്റ് ആണ്. CPU വരുമ്പം CPU മെമ്മറി യൂണിറ്റ് സെപ്പറേറ്റ് ആണ്. പക്ഷേ ഈ പ്രോസസർ മൈക്രോ പ്രോസസർ എന്ന് പറയുമ്പോൾ ALUവും കൺട്രോൾ യൂണിറ്റും അതിന് അത്യാവശ്യം വേണ്ട കുറച്ച് മെമ്മറി. ദാറ്റ് ഈസ് അത് എന്തിന്റെ ഫോമിലായിരിക്കും? രജിസ്റ്റേഴ്സിന്റെ ഫോമിലായിരിക്കും ആ മൈക്രോ പ്രോസസറിൽ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു മൈക്രോ പ്രോസസറും പിന്നെ അത് കൂടാണ്ട് കുറച്ച് മെമ്മറി യൂണിറ്റും ഇത് ചേർന്നതാണ് നമ്മൾ CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ കുഞ്ഞ് മൈക്രോ പ്രോസസറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. മെയിൻ ആയിട്ട് ഉള്ള രണ്ട് പാർട്സ് എന്ന് പറയുന്നത് അരിത്മെറ്റിക് ലോജിക്കൽ യൂണിറ്റും. നിങ്ങൾ ഇതൊന്ന് നല്ലോണം തറവായി മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഉറക്കത്തുനിന്ന് വിളിച്ച് ചോദിച്ചാലും പറയാൻ പറ്റണം. കാരണം അടുത്ത കൊല്ലത്തെ COA പേപ്പറും ഇത് മൊത്തം ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാതെ ഞാൻ നെക്സ്റ്റ് സെമ്മില് ആ പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് പ്ലീസ് അതൊന്ന് എന്താ പറയാ, നിങ്ങളൊന്ന് അത് കോൺസെപ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ALU ഉണ്ട്, ദെൻ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. കൺട്രോൾ യൂണിറ്റ് ആണ് നമുക്ക് കൺട്രോൾ ഇൻഫർമേഷനും കൺട്രോൾ ഇൻഫർമേഷനും അതുപോലെ തന്നെ ടൈമിംഗ് ഇൻഫർമേഷനും ജനറേറ്റ് ചെയ്ത് തരുന്നത്. അതായത് കൺട്രോൾ ആൻഡ് ടൈമിംഗ്, അതായത് ഏത് സമയത്ത് ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം, ഇപ്പൊ എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ അഡീഷൻ പെർഫോം ചെയ്യൂ, അല്ലെങ്കിൽ ഇപ്പോൾ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യൂ, അല്ലെങ്കിൽ അഡീഷന് വേണ്ട 2 ഡാറ്റ നിങ്ങളിപ്പോൾ മെമ്മറിയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഇത് പ്രോസസ് ചെയ്യൂ. ആ ഇൻഫർമേഷനെയാണ് കൺട്രോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ പുതിയ ടൈമിങ്ങിൽ, അതായത് ഒരു ക്ലോക്ക് സൈക്കിളിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുക. ഒരു ക്ലോക്ക് സൈക്കിളിൽ ഒരു ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു ക്ലോക്ക് സൈക്കിൾ അല്ല, ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയം. ചില ഇൻസ്ട്രക്ഷന് 2 or 3 ക്ലോക്ക് സൈക്കിൾസ് മതി, ചില ഇൻസ്ട്രക്ഷന് 2 മതി, ചില ഇൻസ്ട്രക്ഷന് 5 ക്ലോക്ക് സൈക്കിൾസ് വേണ്ടി വരും. അത് ഓരോ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച്. അപ്പൊ ഈ ടൈമിംഗ് സിഗ്നൽസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ തുടങ്ങേണ്ടത് ഫസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ 3 ക്ലോക്ക് സൈക്കിൾസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി അഡീഷൻ പെർഫോം ചെയ്യുമ്പോൾ 3 ക്ലോക്ക് സൈക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഡാറ്റ ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഇനി അടുത്ത് ഹാൻഡിൽ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഡാറ്റ ട്രാൻസ്ഫർ ആണെന്ന് വിചാരിക്കുക. അത് ചെയ്യാൻ നമുക്ക് എത്ര ക്ലോക്ക് സൈക്കിൾ മതി? 2 ക്ലോക്ക് സൈക്കിൾ മതി. അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കുക. സ്റ്റോർ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യാൻ നമുക്ക് 5 ക്ലോക്ക് സൈക്കിൾ വേണം. പക്ഷേ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ഇപ്പോൾ അഡീഷൻ ആണെങ്കിൽ ആ അഡീഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയം, ലോഡിംഗ് ആണെങ്കിൽ ലോഡിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയം, അതിനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ആ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തിനെയാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ക്ലോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിംഗ് ഉണ്ട്.
അപ്പൊ ചില ഇൻസ്ട്രക്ഷൻസിന് കൂടുതൽ ക്ലോക്ക് സൈക്കിൾസ് വേണ്ടി വരും, ചില ഇൻസ്ട്രക്ഷൻസിന് കുറവ് ക്ലോക്ക് സൈക്കിൾസ് മതിയാവും. പക്ഷേ ഇപ്പൊ എല്ലാ ഇൻസ്ട്രക്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈമിംഗ് എന്ന് പറയുന്നത് T0 എന്നായിരിക്കും. അതായത് ആ ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് എന്നുള്ള ഇത് തുടങ്ങുന്നത് എവിടെയാണ്? T0. അത് കഴിഞ്ഞ് T1, T2, T3. അപ്പൊ 3 എന്ന് വരുമ്പോൾ T2 വരെ ആയിരിക്കും സമയം. അത് കഴിഞ്ഞ് അടുത്ത ഇൻസ്ട്രക്ഷൻ ആണ്. ഈ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ ക്ലോക്ക് T0 എന്ന് എണ്ണി തുടങ്ങും. അല്ലാതെ നമുക്ക് ടോട്ടൽ ശരിക്കും T15 വരെ ടൈമിംഗ് ഉണ്ടെങ്കിലും ഈ T15 വരെ എണ്ണില്ല. T2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഈ ഇൻസ്ട്രക്ഷൻ തുടങ്ങുന്നത് T3 എന്ന് പറയില്ല. അടുത്ത ഇൻസ്ട്രക്ഷനും തുടങ്ങുന്നത് എവിടെ നിന്നാണ്? T0 എന്ന്. അടുത്ത ഇൻസ്ട്രക്ഷനും എവിടെ നിന്നാണ് തുടങ്ങുക? T0 എന്ന്. അപ്പൊ ഓരോ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ T0യിലേക്ക് ടൈമിങ്ങിനെ കൗണ്ടിങ് ആണ്, ശരിക്കും ഒരു സീക്വൻസ് കൗണ്ടർ ആണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, T0 എന്നാണ് തുടങ്ങുക. പക്ഷെ ഇത് 3 ക്ലോക്ക് സൈക്കിൾ ആകുമ്പോൾ T0, T1, T2 3 ക്ലോക്ക് സൈക്കിൾസ് യൂസ് ചെയ്യും. അടുത്തത് എന്ന് പറയുമ്പോൾ 2 ക്ലോക്ക് സൈക്കിൾ ആകുമ്പോൾ T0, T1 ഓടുകൂടി ഈ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവും. വീണ്ടും T0യിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, കാരണം അടുത്ത ഇൻസ്ട്രക്ഷൻ ആണ്. പുതിയ ഇൻസ്ട്രക്ഷൻ എപ്പോഴും എവിടെ തുടങ്ങുള്ളൂ? T0 എന്ന്. അപ്പൊ 5 എന്ന് പറയുമ്പോൾ T0, T1 അങ്ങനെ പോയി T4 വരെ ഉണ്ട്. ഈ ഇൻസ്ട്രക്ഷന് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ T4 വരെയുള്ള ടൈമിംഗ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ ടൈമിംഗ് എന്താണെന്നൊക്കെ? അപ്പൊ ഈ സിഗ്നൽസും ടൈമിംഗ് സിഗ്നൽസും അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽസും ജനറേറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റിനുള്ളത്. പിന്നെ അരിത്മെറ്റിക് ലോജിക്കൽ യൂണിറ്റ് എന്താ ചെയ്യണമെന്ന് നമുക്കറിയാം. എല്ലാ അരിത്മെറ്റിക് അഡീഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അരിത്മെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ് ആണ്. അപ്പൊ ഇതാണ് മേജർ 2 കമ്പോണൻസ്. ഇത് കൂടാതെ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ബസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ബസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് കൂടാണ്ട് രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റേഴ്സ് മെയിൻലി അക്യുമുലേറ്റർ എന്ന് പറയുന്ന A. പിന്നെ നമുക്ക് 6 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. B, C, D, E, H, L. പ്രത്യേകം ഓർത്തു വെക്കുക. ഈ 6 എണ്ണം എന്താണ്? ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. ഇനി ഒരു ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ട്, F. ഫ്ലാഗ് ഇതൊക്കെ അക്യുമുലേറ്റർ എത്ര ബിറ്റ് ആണ്? 8 ബിറ്റ്. ഇതൊക്കെ ഈച്ച് 8 ബിറ്റ് ഈച്ച് ആണ്. 8 ബിറ്റ്. കാരണം ഇതിലൊക്കെ നമ്മൾ എന്താ സേവ് ചെയ്യണത്? ഡാറ്റയാണ് സേവ് ചെയ്യുന്നത്. ഇനി ഫ്ലാഗ് 8 ബിറ്റ് ആണെങ്കിൽ നമുക്ക് എത്ര ഫ്ലാഗ് ബിറ്റ്സ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട്? 5 ഫ്ലാഗ് ബിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി 3 ബിറ്റ് ഫ്രീ ആണ്. ഞാൻ ഇതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആരും അതത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളത് പഠിച്ചു പോവാ. നിങ്ങൾ അവസാനം നിങ്ങൾ ഈ പഴയ നോട്ട്സ് ഒക്കെ നോക്കിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പപ്പുള്ളത് അപ്പപ്പ പഠിച്ചു പോവാ കേട്ടോ. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് നമുക്ക് കുറച്ച് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സ് സേവ് ചെയ്യാനുള്ളതാണ്. സ്റ്റാക്ക് പോയിന്റർ, പ്രോഗ്രാം കൗണ്ടർ. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഇത് 2 എണ്ണം എന്താണ് സേവ് ചെയ്യുക ഇതിനകത്ത്? അഡ്രസ്. ഡാറ്റ 8 ബിറ്റ് ആണെങ്കിൽ അഡ്രസ് എത്ര ബിറ്റ് ആണെന്ന് പറഞ്ഞു? 16 ബിറ്റ് ആണ്. അപ്പൊ അഡ്രസ് സേവ് ചെയ്യേണ്ട സ്റ്റാക്ക് പോയിന്ററിലും പ്രോഗ്രാം കൗണ്ടറും എത്ര ബിറ്റ് ഈച്ച് ആണ്? 16 ബിറ്റ് ഈച്ച് ആണ്. ഇത് കൂടാണ്ട് വേറൊരു രജിസ്റ്റർ ഉള്ളത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഡാറ്റയാണ് സേവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓൾസോ 8 ബിറ്റ്. അപ്പൊ നമുക്ക് മൊത്തത്തിലുള്ള രജിസ്റ്റേഴ്സ് ഇത്ര എണ്ണമാണ്. അക്യുമുലേറ്റർ, 6 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ഒരു ഫ്ലാഗ് രജിസ്റ്റർ, സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ട് സ്റ്റാക്ക് പോയിന്റർ, പ്രോഗ്രാം കൗണ്ടർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇത്രയുമാണ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും രജിസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ എഴുതണം. ഇത് കൂടാണ്ട് വേറൊരു രജിസ്റ്റേഴ്സും കൂടി ഉണ്ട്, ടെമ്പററി രജിസ്റ്റേഴ്സ്. ഇതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ടെമ്പററി രജിസ്റ്റേഴ്സ് ഇതും സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററിൽ വരുന്നതാണ്. ഓക്കെ, ടെമ്പററി രജിസ്റ്റേഴ്സ് നമ്മൾ സാധാരണ ഒരു 2-3 ടെമ്പററി രജിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഡബ്ല്യുവും സെഡും ഒക്കെ ആയിരിക്കും അതിൻ്റെ നമ്മൾ ആൽഫബറ്റ്സ് നമ്മൾ സാധാരണ കൊടുക്കുക ടെമ്പററി രജിസ്റ്റേഴ്സിന്. അപ്പം ഇത്രയും രജിസ്റ്റേഴ്സ് നിങ്ങൾ
രജിസ്റ്റേഴ്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. ഓക്കെ, ഇനി അത് കൂടാതെ ബഫർ ഉണ്ട്, അഡ്രസ് ആൻഡ് ഡാറ്റ ബഫർ ഉണ്ട്. ഓക്കെ, ഡാറ്റാസ് സേവ് ചെയ്യാൻ അഡ്രസ് ആൻഡ് ഡാറ്റ ബഫർ ഉണ്ട്. അപ്പോൾ പിന്നെ ഏറ്റവും മുകളിൽ ഇൻട്രപ്റ്റിന് വേണ്ടിയിട്ട് ഒരു ബോക്സും സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് SIO എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് നമ്മൾ വരച്ചിരുന്നു. ഇത്രയാണ് അതിൻ്റെ പാർട്സ്, ആർക്കിടെക്ചറിൽ അതിന് വരുന്ന പാർട്സ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബസ് ഓർഗനൈസേഷനാണ്. ഓക്കെ, അപ്പോൾ ബസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ബസ് എന്ന് പറയുന്നത് ഇന്റർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എല്ലാ കമ്പോണൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വയേഴ്സ്. കമ്പ്യൂട്ടറിൽ നമ്മൾ അങ്ങനെ വയേഴ്സ് വെറുതെ സാധാരണ യൂസ് ചെയ്യുന്ന വയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. കാരണം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഡിവൈസസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വയേഴ്സ് ഫുൾ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പം നമ്മൾ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് ബസ്. ബസ് എന്ന് പറയുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വയേഴ്സ് ചേർത്ത് വെച്ചിട്ടുള്ള അങ്ങനെ പരന്നിട്ടുള്ള ഒരു സംഭവത്തിനെയാണ് നമ്മൾ ബസ് എന്ന് പറയുന്നത്. മെയിൻലി ഇതിൽ ഒരുപാട് ഇങ്ങനെ കുറേ ഉണ്ടാവും, 20, 30, 50 തൊട്ട് 100 വരെയൊക്കെ ഉണ്ടാവും ലൈൻസ് ഇതിനകത്ത്. എന്നിട്ട് ഈ അറ്റത്തും ഒരു പിന്നുണ്ടാവും, ഈ അറ്റത്തും പിന്നുണ്ടാവും. നമ്മൾ ഇത് അങ്ങനെ സ്ലോട്ട്സ് അങ്ങനെ കണക്ട് ചെയ്യാണ് ചെയ്യാറ്. അപ്പം നമ്മളവിടെ ആ ഒരു അതിനകത്തുള്ള അതിൻ്റെ ഡിസൈനിങ്ങിലുള്ള ആ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബസ് യൂസ് ചെയ്യുന്നത്. ഇനി ബസ് 3 വിധത്തിൽ ഉണ്ട്. ഓക്കെ, ബസ് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് 3 ടൈപ്പ് ഓഫ് ബസ്സസ് ആണുള്ളത്. ഡാറ്റ, അഡ്രസ്, കൺട്രോൾ ബസ്. ഡാറ്റ ബസ് ഉണ്ട്, അഡ്രസ് ബസ് ഉണ്ട്, കൺട്രോൾ ബസ് ഉണ്ട്. അതായത് നമുക്ക് ഈ ബസ്സിലേക്ക് കൂടെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഇത് ഈ 3 കാര്യങ്ങളാണ്. നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഡാറ്റേനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യേണ്ടി വരും. അഡ്രസ്സുകൾ പാസ് ചെയ്യേണ്ടി വരും. ഏത് അഡ്രസ്സിൽ ഡാറ്റ സേവ് ചെയ്യണം എന്ന് അഡ്രസ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യേണ്ടി വരും. ദെൻ മൂന്നാമത്തെ ഇത് ഈ ബസ്സിലൂടെ പാസ് ചെയ്യുന്നത് കൺട്രോൾ ഇൻഫർമേഷൻസ് ആണ്. കൺട്രോൾ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺട്രോൾ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് ആണ് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, അല്ലേ? ആണല്ലോ, കൺട്രോൾ യൂണിറ്റ് ആണ് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ആ കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ എല്ലാ ഡിവൈസിലേക്കും പോകണം. അപ്പോഴാണ് ആ ഡിവൈസസുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ആ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഈ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഓരോ ഇതും ഡിഫറെൻ്റ് ആണ്, അല്ലേ? ഡാറ്റയ്ക്ക് എത്ര ബിറ്റ് ഉണ്ടാവുള്ളൂ? 8 ബിറ്റ് ഉണ്ടാവുള്ളൂ ഡാറ്റ. അഡ്രസ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റാണ്. കൺട്രോൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൺട്രോൾ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, അങ്ങനെ സം ഓപ്ഷൻസ് ആണ്. ചിലപ്പോൾ അത് 2 ബിറ്റ് ആയിരിക്കും, ചിലപ്പോൾ അത് 3 ബിറ്റ് ആയിരിക്കും. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കൺട്രോൾ ഇൻഫർമേഷൻസ്. അപ്പോൾ ഇത് ഓരോന്നും ഡിഫറെൻ്റ് ആയതുകൊണ്ടും ഇതിൻ്റെ പർപ്പസ് ഡിഫറെൻ്റ് ആയതുകൊണ്ടും കണക്ടിവിറ്റി ഡിഫറെൻ്റ് ആയതുകൊണ്ടും ഒക്കെ തന്നെ ഡാറ്റയ്ക്ക് വേണ്ടി പ്രത്യേകം ബസ്, അഡ്രസ്സിന് വേണ്ടി പ്രത്യേകം ബസ്, ആൻഡ് കൺട്രോൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പ്രത്യേകം ബസ്സാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ക്ലിയർ? ബസ് 3 ടൈപ്പ് ഓഫ് ബസ്സസ് ഉണ്ട്. ഡാറ്റ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഓക്കെ, ഇനി ആ ബസ്സുകൾ അല്ലെങ്കിൽ ആ കണക്ഷൻസ് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഫിഗറിൽ തന്നിരിക്കുന്നത്. ഇനി ഇത് അഡ്രസ് ആണ്. ഓക്കെ, ഇത് അഡ്രസ്സസ് ആണ്, അല്ലേ? അഡ്രസ്സസ് എത്ര ബിറ്റ് ആണെന്ന് പറഞ്ഞു? 16 ബിറ്റ്. 16 ബിറ്റ് ഏതൊക്കെയാണ്? A0 മുതൽ A15 വരെ. അഡ്രസ് എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് A യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അഡ്രസ് ബസ്. ഈ അഡ്രസ് ബസ് എങ്ങോട്ടൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? മെമ്മറിയിലേക്കും ഇൻപുട്ട് യൂണിറ്റിലേക്കും ഔട്ട്പുട്ട് യൂണിറ്റിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ പ്രോസസ്സർ കേട്ടോ. മൈക്രോ പ്രോസസ്സർ യൂണിറ്റ് ആണ്. മൈക്രോ പ്രോസസ്സർ യൂണിറ്റ് 8085 മൈക്രോ പ്രോസസ്സർ യൂണിറ്റ്. ഇനി ഡാറ്റ ബസ്. ഡാറ്റ ബസ് എത്ര ബിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു? 8 ബിറ്റ് ആണ്. അപ്പോൾ ആ 8 ബിറ്റ് D0 മുതൽ D7 വരെ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടൊക്കെയാണ്? ഈ ഡിവൈസസിൽ നിന്ന് എങ്ങോട്ടൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? ഔട്ട്പുട്ട് ഡിവൈസിൽ. ഏതൊക്കെ ഡിവൈസസിലേക്കാണ് കണക്ട് ചെയ്യുന്നത് നോക്കുക. ഏതൊക്കെ ഡിവൈസിലേക്കാണ് കണക്ട് ചെയ്യുന്നത്?
ഇത് ഡാറ്റയാണ്. ഡാറ്റ എങ്ങോട്ടൊക്കെ പോകണം? മെമ്മറിയിലേക്ക് പോകണം അല്ലേ? മെമ്മറിയിലേക്ക് പോകണം. മെമ്മറിയിലേക്ക് അങ്ങോട്ടും പോകണം, അവിടെ നിന്ന് ഇങ്ങോട്ടും വേണം. അതുകൊണ്ടാണ് ഇത് ബൈഡയറക്ഷണലായിട്ട് വരച്ചിരിക്കുന്നത്. ക്ലിയർ? ഇനി ഇൻപുട്ട് ഡിവൈസസ് ഈ ഡാറ്റ എങ്ങോട്ടാ വരേണ്ടത്? ഇൻപുട്ട് ഡിവൈസസിലേക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രം വന്നാൽ മതി. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത്. ഇനി ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? ഈ ഔട്ട്പുട്ട് ഡിവൈസിന് ഇങ്ങോട്ടൊന്നും കിട്ടാനില്ല, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് ഡാറ്റയുടെ ഡയറക്ഷൻ അങ്ങോട്ട് വരച്ചിരിക്കുന്നത്. ക്ലിയർ? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇനി അഡ്രസ് ബസ്സിന്റെ കാര്യം ഒന്നും കൂടെ പറയാം. അഡ്രസ് ബസ്, അതിൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, ഈ അഡ്രസ് ബസ് അതായത് നമ്മുടെ മൈക്രോ പ്രോസസർ യൂണിറ്റ് ആണ് ഈ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മെമ്മറിയിലെ ഏത് അഡ്രസ്സിലേക്ക് സേവ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് അഡ്രസ്സിൽ നിന്ന് ഡാറ്റ പോകണം, ഈ അഡ്രസ് ബസ്സിൽ കൂടെ സം അഡ്രസ്സുകൾ മാത്രമാണ് പോവുക. ഈ അഡ്രസ് ബസ്സിൽ കൂടെ അഡ്രസ്സ് പാസ് ചെയ്യും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോൾ മെമ്മറിയിൽ നിന്ന് ഒരു ഡാറ്റ റീഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്രസ് ബസ്സിൽ കൂടെ നമ്മുടെ പ്രോസസ്സർ, മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ റീഡ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ? ഡാറ്റ റീഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. മെമ്മറിയിൽ നിന്ന് ഒരു ഡാറ്റ നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ ഏത് അഡ്രസ്സിൽ നിന്ന് റീഡ് ചെയ്യണോ അത് ഈ അഡ്രസ് ബസ്സിൽ കൂടെ ആ ഒരു അഡ്രസ്സ് പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ആ അഡ്രസ്സ് ആർക്കൊക്കെ പോകും? മെമ്മറി യൂണിറ്റിലേക്ക് പോകും, ഇൻപുട്ട് ഡിവൈസിലേക്ക് പോകും, ഔട്ട്പുട്ട് ഡിവൈസിലേക്കും പോകും. പക്ഷെ ഈ അഡ്രസ്സ് മെമ്മറിയിലത്തെ ഒരു അഡ്രസ്സ് ആയിരിക്കും. ഇനി മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻ ഏത് വഴിയാണ് പോവുക? കൺട്രോൾ ബസ് വഴിയാണ് പോവുക. കൺട്രോൾ ബസ്സിന് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാത്രമേ ഡാറ്റയുള്ളൂ. നോക്കുക, കൺട്രോൾ ഇൻഫർമേഷൻ യൂണി ഡയറക്ഷണലാണ്. ഓക്കെ, അപ്പൊ കൺട്രോൾ ബസ്സിൽ കൂടെ ഈ പെർട്ടിക്കുലർ അഡ്രസ് ബസ്സിൽ കൂടെ ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ട്. ആ അഡ്രസ്സിൽ നിന്ന് ഡാറ്റ റീഡ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള കൺട്രോൾ ഇൻഫർമേഷൻ കൺട്രോൾ ബസ്സിൽ കൂടെയാണ് പാസ് ചെയ്യുക. അത് മാർക്കൊക്കെ കിട്ടും, മെമ്മറിയിലേക്കും കിട്ടും, ഇൻപുട്ടിനും കിട്ടും, ഔട്ട്പുട്ടിനും കിട്ടും. അപ്പോൾ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും റെക്കഗ്നൈസ് ചെയ്യും ഇതൊരു മെമ്മറി റീഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ റോളില്ല, ഞങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും മിണ്ടാതിരിക്കും. മെമ്മറിക്ക് എന്ത് മനസ്സിലാക്കും? ഈ കൺട്രോൾ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ മെമ്മറി മനസ്സിലാക്കും, ഓക്കെ അപ്പൊ എൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മെമ്മറി മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ അഡ്രസ് എവിടെയുള്ളത്? അഡ്രസ് ബസ്സിൽ. ആ എന്താ ചെയ്യേണ്ടത് എന്ന് ഏതിലെ കൂടെയാണ് വന്നത്? കൺട്രോൾ ബസ്സിൽ കൂടെ. ഇനി അപ്പൊ ആ പെർട്ടിക്കുലർ അഡ്രസ്സിൽ ഇപ്പൊ ഇവിടെ ഈ ഭാഗത്തുള്ള ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിൽ നിന്നാണ് ആ ഡാറ്റ എടുക്കേണ്ടത്. അപ്പൊ ഈ പെർട്ടിക്കുലർ ഭാഗത്തുള്ള ഡാറ്റ റീഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, കൺട്രോൾ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. ഇനി ഈ ഡാറ്റ റീഡ് ചെയ്തിട്ട് എങ്ങോട്ടാണ് പാസ് ചെയ്യുന്നത്? ഈ ഡാറ്റ ബസ്സിലൂടെയാണ് ആർക്ക് കൊടുക്കുന്നത്? ഈ മൈക്രോ പ്രോസസ്സറിന് കൊടുക്കുന്നത്. റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് വായിച്ചെടുക്കുകയാണ്, മെമ്മറിയിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മെമ്മറിയിലേക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ റീഡ് ചെയ്യുന്നത് ഈ ഡാറ്റ ബസ്സിലൂടെ ഇത് പോവും. ഓക്കെ, മൈക്രോ പ്രോസസ്സറിന് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ 3 ബസ്സും യൂസ് ചെയ്തു. 3 ബസ്സും വേറെ വേറെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. അഡ്രസ് ബസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് അഡ്രസ്സിൽ നിന്നാണ് ഡാറ്റ എടുക്കേണ്ടത് എന്ന് ഡിനോട്ട് ചെയ്യാൻ ആ അഡ്രസ്സാണ് അഡ്രസ് ബസ്സിലൂടെ കൊടുത്തത്. എന്ത് ആണ് ചെയ്യേണ്ടത്? ആ അഡ്രസ്സിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത്? ഡാറ്റ റീഡ് ചെയ്യുക എന്നുള്ള ഇൻഫർമേഷൻ എന്തിലൂടെയാണ് കൊടുത്തത്? കൺട്രോൾ ബസ്സിലൂടെയാണ് കൊടുത്തത്. ആൻഡ് എടുത്ത ഡാറ്റ എന്തിലൂടെയാണ് പാസ് ചെയ്തത്? ഡാറ്റ ബസ്സിലൂടെയാണ് പാസ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം ഓരോ ബസ്സും എന്തിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, അഡ്രസ് ബസ്സിലൂടെ സം അഡ്രസ് പാസ് ചെയ്യും, ഡാറ്റ ബസ്സിലൂടെ ഡാറ്റ. ഇനിയിപ്പോൾ റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ ഡാറ്റ ബസ്സിലൂടെ സം ഡാറ്റാസ് പാസ് ചെയ്യും, അഡ്രസ് ബസ്സിലൂടെ ഏത് അഡ്രസ്സിലേക്കാണോ ഡാറ്റ റൈറ്റ് ചെയ്യേണ്ടത് ആ അഡ്രസ്സും പാസ് ചെയ്യും. ഓക്കെ, ഇനി അതൊരു മെമ്മറി റൈറ്റ് ആണെങ്കിൽ കൺട്രോൾ ബസ്സിലൂടെ റൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ് പാസ് ചെയ്യുക. റൈറ്റ് ഇൻസ്ട്രക്ഷൻ, അതായത് റൈറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും കൺട്രോൾ ബസ്സിലൂടെ പാസ് ചെയ്യുക. അപ്പൊ മെമ്മറിയിലേക്ക് ആ ഇൻസ്ട്രക്ഷൻ കിട്ടുമ്പോൾ എന്ത് മനസ്സിലാവും?
മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. ഡാറ്റ ബസ് നിന്ന് ആ ഡാറ്റ റീഡ് ചെയ്തെടുക്കും. ഓക്കെ, ഇങ്ങോട്ട് റീഡ് ചെയ്തെടുക്കും. ബൈ ഡയറക്ഷനിലാണിത്. റീഡ് ചെയ്തെടുക്കും. എന്നിട്ട് അത് എവിടെയാണ് സേവ് ചെയ്യുന്നത്? അഡ്രസ് ബസ്സിലൂടെ ഒരു അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അഡ്രസ്സിൽ ഈ മെമ്മറി അത് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബസ് ഓർഗനൈസേഷൻ. അപ്പൊ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാം, കൺട്രോൾ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നത് ആരുടെ മാത്രം ഡ്യൂട്ടിയാണ്? മൈക്രോ പ്രോസസ്സറുടെ മാത്രം ഡ്യൂട്ടിയാണ്. അപ്പൊ മൈക്രോ പ്രോസസ്സർ ജനറേറ്റ് ചെയ്യുന്ന കൺട്രോൾ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമാണ് എന്തിനുള്ളത്? കൺട്രോൾ ബസ്സിനുള്ളത്. കൺട്രോൾ ബസ് അതുകൊണ്ട് തന്നെ യൂണി ഡയറക്ഷണൽ ആണ്. ദാറ്റ് ഈസ് മൈക്രോ പ്രോസസ്സർ എന്ന മറ്റ് ഡിവൈസസിലേക്ക് എന്നുള്ളത് മാത്രമാണ് കൺട്രോൾ ബസ്സിന്റെ ഡ്യൂട്ടി. അതുപോലെ തന്നെ അഡ്രസ് ബസ്സും യൂണി ഡയറക്ഷനിലാണ്. അതായത് ഏത് ഡിവൈസിന് കൊടുക്കണം, ആ ഡിവൈസിന്റെ അഡ്രസ് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിലേക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആര് മാത്രമാണ്? അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആരാണ്? മൈക്രോ പ്രോസസ്സർ ആണ്. അതുകൊണ്ട് തന്നെ അഡ്രസ് ബസ്സും എന്താണ്? യൂണി ഡയറക്ഷണൽ ആണ്. ദാറ്റ് ഈസ് ഇവിടുന്ന് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ, തിരിച്ചൊന്നും സ്വീകരിക്കില്ല. തിരിച്ച് ഒരു അഡ്രസ്സ് സ്വീകരിക്കേണ്ട ആവശ്യവുമില്ല പ്രോസസ്സറിന്. മെമ്മറിയിലേക്കായാലും ഏത് അഡ്രസ്സിൽ മെമ്മറി സേവ് ചെയ്യണം, ഏത് അഡ്രസ്സിൽ നിന്ന് റീഡ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മൈക്രോ പ്രോസസ്സറാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ല, കുറെ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. ഏത് ഇൻപുട്ട് ഡിവൈസിലേക്കാണ് ഡാറ്റ, ഇൻപുട്ട് ഡിവൈസിൽ നിന്നാണ് ഡാറ്റ സ്വീകരിക്കേണ്ടത്, ഏത് ഔട്ട്പുട്ട് ഡിവൈസിലേക്കാണ് ഡാറ്റ കൊടുക്കേണ്ടത്, ഇതെല്ലാം തീരുമാനിക്കുന്നത് മൈക്രോ പ്രോസസ്സർ ആണ്. അതുകൊണ്ട് തന്നെ അഡ്രസ് ബസ്സും യൂണി ഡയറക്ഷനിലാണ്. കൺട്രോൾ ബസ് ആൻഡ് അഡ്രസ് ബസ് യൂണി ഡയറക്ഷനിലാണ്. ഇനി ഡാറ്റാ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് അങ്ങോട്ടും കൊടുക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ടും ഡാറ്റ എടുക്കണം. ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റ സ്വീകരിക്കണം, ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഡാറ്റ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഡാറ്റാ ബസ് ബൈ ഡയറക്ഷണൽ ആണ്. ടു സൈഡ്, അതായത് അങ്ങോട്ടും ഡാറ്റ പോവും, അവിടെ നിന്ന് ഇങ്ങോട്ടും ഡാറ്റ മൈക്രോ പ്രോസസ്സറിലേക്ക് വരും. അപ്പോൾ ബസ് ഓർഗനൈസേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഇതിൽ ഇനി വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കണോ? ഈ ഫിഗറും മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ബസ് ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ 3 ബസ്സുകളൊന്ന് വെറുതെ ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അഡ്രസ് ബസ് ഞാനത് പറഞ്ഞ പോലെ തന്നെ യൂണി ഡയറക്ഷനിലാണ്. 1 ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. മൈക്രോ പ്രോസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്കോ IO ഡിവൈസിലേക്കോ മാത്രമാണ് അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് പാസ് ചെയ്യുന്നത്. അത് എത്ര ബിറ്റാണ്? 16 ബിറ്റാണ്. അഡ്രസ്സ് 16 ബിറ്റാണ്. ഓക്കെ, അടുത്തത് ഡാറ്റാ ബസ് എന്ന് പറയുന്നത് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൈ ഡയറക്ഷണൽ ആണ്. 2 ഡയറക്ഷനിലേക്ക്, മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിലേക്കും IO ഡിവൈസസിലേക്കും അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചും ഡാറ്റാസ് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. അത് എത്ര ബിറ്റാണ്? 8 ബിറ്റാണ്. ഓക്കെ, ഞാനത് പറഞ്ഞു തന്നു. റൈറ്റ് ഓപ്പറേഷനും റീഡ് ഓപ്പറേഷനും ഒക്കെ എന്താ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൺട്രോൾ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ മെമ്മറിയിലേക്ക് റീഡ് ചെയ്യാം, മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാം, ഇൻപുട്ട് റീഡ് ചെയ്യാം, ഔട്ട്പുട്ട് റൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്കോഡ് ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന 5 കൺട്രോൾ സിഗ്നൽസ് ആണ് ബേസിക്കലി കൺട്രോൾ ബസ്സിലൂടെ പ്രോസസ് ചെയ്യുന്നത്. കാരണം IO ഡിവൈസസും കണക്ട് ചെയ്തിട്ടുണ്ട്, മെമ്മറിയും കണക്ട് ചെയ്തിട്ടുണ്ട്. മെമ്മറിയിൽ നിന്നാണോ റീഡ് ചെയ്യേണ്ടത് അല്ല മെമ്മറിയിൽ നിന്നാണോ റൈറ്റ് ചെയ്യേണ്ടത്, അതാണ് ഈ 2 ഇൻഫർമേഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി IO റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യുകയാണ്. IO റൈറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഇനി ഓപ്കോഡ് ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെമ്മറിയിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യുന്നു. അതായത് നമ്മളൊരു മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ മെമ്മറിയിൽ എന്തൊക്കെ ഡാറ്റയാണ് സേവ് ചെയ്യുക? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മളൊരു C പ്രോഗ്രാം എഴുതി, അതെവിടെ സേവ് ചെയ്യും? മെമ്മറിയിൽ സേവ് ചെയ്യൂ അല്ലേ? മെമ്മറിയിൽ നമ്മുടെ C പ്രോഗ്രാം ഈ ഒരു സ്പേസിൽ നമ്മൾ C പ്രോഗ്രാം സേവ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഈ C പ്രോഗ്രാം Aയും Bയും ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു C പ്രോഗ്രാമാണ് Aയും Bയും ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം.
ഓക്കെ. ഇനി എക്ക് ഒരു ഡാറ്റ, എ എന്ന് പറയുന്ന ഒരു ഡാറ്റയുണ്ട്, ബി എന്ന് പറയുന്ന ഒരു ഡാറ്റയുണ്ട്. ഇനി ഇത് അസൈൻ ചെയ്യുന്നത് സി എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ്. അപ്പൊ സിക്ക് ഒരു മെമ്മറി സ്പേസ് റിസർവ് ചെയ്യണം. ഇത് നമ്മുടെ പ്രോഗ്രാം ആണ്. പ്രോഗ്രാം കൂടാതെ ഈ പ്രോഗ്രാമിന് ആവശ്യമുള്ള ഡാറ്റാസ് ഉണ്ട് അല്ലെ, എ ബി സി അങ്ങനെ കുറച്ച് ഡാറ്റാസ് ഉണ്ട്. അതും എവിടെ തന്നെയാണ് കിടക്കുന്നത്? മെമ്മറിയിൽ തന്നെ. അപ്പൊ മെമ്മറിയിൽ എന്തൊക്കെയുണ്ട്? പ്രോഗ്രാമും ഉണ്ട്. മെമ്മറിയിൽ എന്തൊക്കെ സേവ് ചെയ്യും? പ്രോഗ്രാമും സേവ് ചെയ്യും. ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഡാറ്റയും സേവ് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? മെമ്മറിയിൽ തന്നെയാണ്. ക്ലിയർ? മനസ്സിലായോ? അപ്പോ ഈ മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ റീഡ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഡിവൈസിലേക്ക്, ഇതിപ്പോ സിക്കുള്ള വേരിയബിൾ ആണ്, ഇതിലേക്ക് റൈറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ പ്രോഗ്രാമിന്റെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ, തേർഡ് ഇൻസ്ട്രക്ഷൻ. ഇതിനെ എടുത്ത് നമ്മൾ എവിടേക്ക് ഇടും? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓർമ്മയുണ്ടോ പറഞ്ഞത്? ഒരു രജിസ്റ്റർ ഉണ്ട് നമുക്ക്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. ഓരോ ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് എടുത്തിടും. എന്നിട്ട് ആ ഇൻസ്ട്രക്ഷൻ ആണ് മൈക്രോ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുക. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഇൻസ്ട്രക്ഷനെ എടുത്തിട്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് പ്ലേസ് ചെയ്യും. പഴയതിനെ കളയും, കാരണം അത് ചെയ്ത് കഴിഞ്ഞുവല്ലോ. എന്നിട്ട് പുതിയൊരു ഇൻസ്ട്രക്ഷൻ എടുത്തിടും, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ അതിന് വേണ്ട കൺട്രോൾ ഇൻസ്ട്രക്ഷനും ടൈമിങ്ങും ഒക്കെ ജനറേറ്റ് ചെയ്യും കൺട്രോൾ യൂണിറ്റ്. ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ഈ ഇൻസ്ട്രക്ഷനെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ പ്ലസ് സിമ്പിൾ, ഇത് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ എടുത്തിടില്ല അല്ലെ, നിങ്ങൾക്ക് അറിയാലോ. ഇതിനെ ബൈനറി ആക്കിയിട്ടാണ് രജിസ്റ്ററിലേക്ക് എടുത്തിടുക. കാരണം ഈ ഒരു ഇൻഫർമേഷൻ സേവ് ചെയ്യുന്നത്, മെമ്മറിയിൽ സേവ് ചെയ്യുന്നത് എന്താക്കിയിട്ടായിരിക്കും? കമ്പൈൽ ചെയ്ത് ബൈനറി ആക്കിയിട്ടായിരിക്കും. അപ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ 8 ബിറ്റ് അല്ലേ. സി ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ള ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കിടക്കുക 0 1 1 1 1 0 0 0 ഇങ്ങനെ ഒരു നമ്പർ ആയിട്ടായിരിക്കും. ഇതിൽ നിന്ന് സിസ്റ്റം മനസ്സിലാക്കിയെടുക്കണം എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് പെർഫോം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അഡീഷൻ ആണോ, സബ്ട്രാക്ഷൻ ആണോ, അത് ഏത് ഡാറ്റയിലേക്കാണ്, ഏതൊക്കെ ഡാറ്റയാണ് ആഡ് ചെയ്യേണ്ടത്, എന്നിട്ട് അത് എവിടേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ സിസ്റ്റത്തിന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 ബിറ്റ് ഓപ്പറേഷൻ കോഡ്. അപ്പൊ 0 1 1 പറഞ്ഞാൽ അഡീഷൻ, 0 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ, 0 0 0 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ ഓരോ ഓപ്പറേഷനും ഓരോ പ്രത്യേകം കോഡ് ഉണ്ട്. ഓക്കെ. അപ്പൊ ആ കോഡ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ആ പെർട്ടിക്കുലർ ഓപ്പറേഷൻ നടത്തുന്നത്. ഓക്കെ. അപ്പൊ ഇനി ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ COA അടുത്ത സെമ്മിൽ പഠിക്കും. അപ്പോ അതിലെ ഓപ്പറേഷൻ കോഡ് ഫെച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കോഡ്, എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. അഡീഷൻ ഒരു കോഡ് ഉണ്ട്, സബ്ട്രാക്ഷന് വേറൊരു കോഡ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷന് വേറൊരു, ദാറ്റ് ഈസ് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സം ബൈനറി നമ്പേഴ്സ്. അത് വെച്ചിട്ടാണ് സിസ്റ്റം. ഇപ്പൊ എ പ്ലസ് ബി എന്നുള്ളതിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ആദ്യത്തെ 3 ബിറ്റ് 0 1 0 ആയിരിക്കും. പിന്നത്തെ ബിറ്റ് എ എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ അഡ്രസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. മനസ്സിലായോ? അങ്ങനെ ഒരു സ്പെസിഫിക് ഫോർമാറ്റ് നമ്മുടെ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യൻ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ, നമ്മൾ തന്നെയാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്ത പ്രകാരം ആ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോഴും ഇങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതും മനുഷ്യന്റെ ബ്രെയിൻ തന്നെയാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഓപ്പ് കോഡ് ഫെച്ച് എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. മെമ്മറി റീഡ്, റൈറ്റ്, IO റീഡ്, റൈറ്റ്, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓപ്പ് കോഡ് ഫെച്ച് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനിൽ എന്തായാലും ഒരു ഓപ്പ് കോഡ് ഉണ്ടാവും. ഓപ്പ് കോഡ് എന്നത് ഉദ്ദേശിക്കുന്ന ഓപ്പറേഷൻ കോഡ് എന്നാണ്. ഓപ്പ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഓപ്പറേഷൻ ആണ് അത് പെർഫോം ചെയ്യേണ്ടത് എന്നത് ഐഡന്റിഫൈ ചെയ്യണം. അഡീഷൻ ആണെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ, എന്നിട്ട് അതിന് വേണ്ട കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യണം.
ഓക്കെ, അതിന് വേണ്ട കൺട്രോൾ അഡീഷണൽ പെർഫോം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ALUവിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ തന്നിരിക്കുന്ന ബൈനറി കോഡ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, അഡീഷൻ ആണോ എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്തിട്ട് കൺട്രോൾ ബസ്സിലൂടെ ALUവിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, പ്ലീസ് ആഡ് ദീസ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അതിനെയാണ് ഓപ്കോഡ് ഫെച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത്രയാണ് ബസ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നല്ലോണം തറവായി മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ. അടുത്തത് പിൻ കോൺഫിഗറേഷൻ. ഇതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എത്ര പിൻ ഉണ്ട് എന്ന് പറഞ്ഞു? നമ്മുടെ മൈക്രോ പ്രോസസ്സറിന് എത്ര പിൻ ഉണ്ട് എന്ന് പറഞ്ഞു? 8085 മൈക്രോ പ്രോസസ്സറിന് 40 പിൻ ഉണ്ട്, 40 പിൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ചെറിയൊരു ചിപ്പ്, IC ചിപ്പ്, അതാണ് 8085 എന്ന് പറയുന്നത്. ഇതിന് എത്ര പിൻ ഉണ്ട്, ഇങ്ങനെ കാലുകൾ ഉണ്ടാവും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് പിൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 40 പിൻസ് ആണുള്ളത്. ഈ സൈഡിൽ 20 ആൻഡ് ഈ സൈഡിൽ ആണത് 20. ഇനി ഈ ഓരോ പിന്നും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ വൃത്തിയായി പഠിച്ചു വെച്ചിരിക്കണം. കാരണം നിങ്ങൾ പഠിക്കുന്നത് മെയിനായിട്ട് 8085 ആയതുകൊണ്ട് ഇതിലെ പിൻസ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതിലെ ഓരോ പിന്നും എന്താണ് എന്ന് നിങ്ങൾ ആർക്കിടെക്ചർ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കിടെക്ചർ ഓർത്ത് കഴിഞ്ഞാൽ ഈ ഓരോന്നിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് കിട്ടും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, ഞാനിത് ഓരോന്നും പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കുക, ഓരോന്നായിട്ട് പോവാ അല്ലേ. നെക്സ്റ്റ് സ്ലൈഡിൽ ഞാനിത് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. നമുക്കിതിനെ മൊത്തം 7 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ മൊത്തം 40 പിന്നുണ്ടല്ലോ, 40 പിന്നിനെ എത്ര സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാം? 7 സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് അഡ്രസ് ബസ്സിൻ്റെയും സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഡാറ്റാ ബസ്സുമാണ്. അഡ്രസ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മൈക്രോ പ്രോസസ്സറിൽ 3 ബസ് ഉണ്ട് എന്ന് പറഞ്ഞുവല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ അഡ്രസ് ബസ്സും ഉണ്ട് 16 ബിറ്റ്, ഡാറ്റാ ബസ് 8 ബിറ്റ്. ഓക്കെ, അപ്പോ അഡ്രസ് ആണോ യൂസ് ചെയ്യേണ്ടത്, ഡാറ്റ ആണോ യൂസ് ചെയ്യേണ്ടത്? എല്ലാ സമയത്തും ചിലപ്പോൾ രണ്ടും ആവശ്യം വരില്ല. അപ്പൊ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ തിരിച്ച് ഡാറ്റ റീഡ് ചെയ്തെടുക്കാം. അപ്പൊ അതൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പ്രത്യേകിച്ച് ഇതിന് 15 ബിറ്റ് പ്രത്യേകം, ഇതിന് 8 ബിറ്റ് പ്രത്യേകം യൂസ് ചെയ്യുന്നില്ല. 16 ബിറ്റ് ഉള്ളത് കൊണ്ട് ഒരു 8 ബിറ്റ് ഇതിന്റെ അഡ്രസ് ബസ്സിന്റെ കടം എടുത്തിട്ടാണ് ഡാറ്റാ ബസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഡിവൈഡ് ആദ്യത്തെ 2 കാറ്റഗറി എന്ന് പറയുന്നത് അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും ആണ്. അപ്പൊ അത് എവിടെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കാം. ആദ്യത്തെ ഇതില് 8 മുതൽ 15 വരെ ആൻഡ് 0 മുതൽ 7 വരെ. ഓക്കെ, ഇനി 20ാമത്തെയും 40ാമത്തെയും പിൻസ് ഒന്ന് നോക്കുക. VSS എന്ന് തന്നിട്ടുണ്ട് അല്ലെ, വോൾട്ടേജ് SS. ഇത് ഗ്രൗണ്ട് ആണ്. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഗ്രൗണ്ട് ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസും നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. എർത്ത് നമ്മൾ അത് വയറിങ് ചെയ്യുമ്പോൾ തന്നെ എർത്തിങ് കറക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, 3 പിന്ന് പ്ലഗുകളിൽ 3 എണ്ണം. നിങ്ങൾ അത്യാവശ്യം അങ്ങനത്തെ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കണു. ഇല്ലെങ്കിൽ നോക്കുക. ഓക്കെ, എർത്തിങ് പോസിബിളി എല്ലാ ഡിവൈസസിനും എർത്തിങ് ആവശ്യമാണ്. ഇത് ഗ്രൗണ്ട് ആണ്, ഗ്രൗണ്ട് അല്ലെങ്കിൽ എർത്ത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് പവർ ആണ്. അപ്പൊ 20ാമത്തെയും 40ാമത്തെയും അങ്ങനെ പവറിനും ഗ്രൗണ്ടിനും വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, 20ഉം 40ഉം. ഓക്കെ, കാരണം ഇവിടെ ഇത് 1 കഴിഞ്ഞിട്ടുള്ളതാണ്. ബാക്കി 7 എണ്ണം, 7 എണ്ണം അല്ല 8 എണ്ണം.
ഓക്കെ, ഇനി AD0 മുതൽ D7 വരെയും ഇവിടെ A മാത്രമാണ്, ഇവിടെ D ഇല്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് എത്ര ബിറ്റ് ആണെന്ന് പറഞ്ഞു? 16 ബിറ്റ് അല്ലേ? അപ്പൊ അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A0 മുതൽ A15 വരെ ഉണ്ട്, 16 ബിറ്റ്. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ മുതലുണ്ട്? D0 മുതൽ D7 വരെ അല്ലേ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ A0യും A7 വരെയുള്ളതും D0 മുതൽ D7 വരെയുള്ളതും നമ്മൾ അങ്ങോട്ട് ക്ലബ് ചെയ്തു. അതായത് ഇതിന് പ്രത്യേകം 8 ബിറ്റ്, ഇതിന് പ്രത്യേകം 8 ബിറ്റ് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ലോവർ അഡ്രസ് ബിറ്റ്സും ഡാറ്റ ബിറ്റ്സും കൂടെ ക്ലബ് ചെയ്തു. എന്നിട്ട് A8 മുതൽ A15 വരെയുള്ളതിന് നമ്മൾ പ്രത്യേകം കൊടുത്തു. കാരണം ഡാറ്റ 8 ബിറ്റ് അല്ലേ വരുന്നുള്ളൂ. അപ്പൊ ബാക്കി 8 ബിറ്റ് എന്നുള്ളത് പ്രത്യേകം അത് അവിടെ കൊടുത്തു, അഡ്രസ്സിന് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അഡ്രസ്സിന്റെ സമയത്ത് ഇത് മൊത്തമായിട്ടാണ് അഡ്രസ്സ് എന്ന് കണക്കാക്കുക. പക്ഷെ ഡാറ്റയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ 8 ബിറ്റിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തത്. ഒരു അഡ്രസ് അതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ റൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് കൺട്രോൾ ഇൻസ്ട്രക്ഷനും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അഡ്രസ്സിന്റെ ആവശ്യമില്ല. അപ്പൊ ഏത് അഡ്രസ്സ് എന്നാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡ്രസ്സിന്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് എന്താണ് ആവശ്യം? അവിടെ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക അല്ലെങ്കിൽ ഡാറ്റ അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഒരു അഡ്രസ്സ് പാസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു 8 ബിറ്റ് ഫ്രീ ആവും. 8 ബിറ്റ് അല്ല, 16 ബിറ്റും ഫ്രീ ആവും. അപ്പൊ ഈ ഫ്രീ ആവുന്ന 8 ബിറ്റ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ അതിന്റെ നെയിം AD0, അഡ്രസ്സും ഉണ്ട് ഡാറ്റയും ഉണ്ട്, 0 മുതൽ AD7 വരെ നെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, AD0 മുതൽ AD7 വരെ. അതുപോലെ ഇവിടെ നിന്നാണ് പിന്നെ 20 കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് 21 കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടാണ് 40. 1 to 20, 21 to 40 ഇങ്ങനെയാണ് പിൻസ്. അപ്പൊ AD7 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ 8 ബിറ്റേ ഉള്ളൂ. D7ഓടുകൂടി ഡാറ്റ തീർന്നു. പിന്നെ അഡ്രസ്സ് മാത്രമേ ബാക്കിയുള്ളൂ, A8 മുതൽ A15 വരെ. ഇപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും വരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് ബിറ്റ്സ് ആണ്. കൺട്രോൾ ഇൻഫർമേഷൻ ഏതൊക്കെയാ പോവാന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? റീഡും റൈറ്റും ഉണ്ട്. ഇനി റീഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ അതില് മെമ്മറി റീഡും ഉണ്ട്, IO റീഡും ഉണ്ട് അല്ലേ? റീഡ് മെമ്മറിയുടെ ആവാം, IOന്റെ ആവാം. അതുപോലെ തന്നെ റൈറ്റ് മെമ്മറിയുടെ ആവാം, IOന്റെ ആവാം. ഇനി ALE എന്ന് പറയുന്നത് is a positive going pulse generated with a new operation is started by the microprocessor when the അതായത് ഇത് വേറൊന്നുമല്ല. ALE എന്ന് പറയുന്നത് ടൈമിംഗ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് പുതിയൊരു ഇത് വരുമ്പോൾ ടൈമിംഗ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? T0 സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ALE എന്ന് പറയുന്ന ബിറ്റ്. കാരണം കൺട്രോൾ യൂണിറ്റിന് കൊടുക്കേണ്ട ഇൻഫർമേഷൻ കൺട്രോൾ ആൻഡ് ടൈമിംഗ് സിഗ്നൽസ് ആണ് കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് കൺട്രോളും ഇത് ടൈമിങ്ങുമാണ്. ഓക്കെ, ഇനി അതെവിടെയൊക്കെയാണെന്ന് നോക്കാം. അതെവിടെയൊക്കെയാണ് നോക്കിയേ. റീഡ് റൈറ്റ്, റീഡ് റൈറ്റ് ALE കണ്ടോ? റീഡ് റൈറ്റ് ALE എവിടെയാണ്? ഈ അഡ്രസ് ബിറ്റ് കഴിഞ്ഞിട്ട്. ഇനി ഇത് രണ്ടും കൺട്രോൾ ചെയ്യാൻ നമുക്ക് കുറച്ച് 2 കൺട്രോൾസ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു മെമ്മറി റീഡ് ആവാം, IO റീഡ് ആവാം. മെമ്മറി റൈറ്റ് ആവാം, IO റൈറ്റ് ആവാം. ഓക്കെ, അപ്പോൾ മെമ്മറി എന്നാണോ റീഡ് ചെയ്യേണ്ടത്, IO എന്നാണോ റീഡ് ചെയ്യേണ്ടത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? സ്റ്റാറ്റസ് സിഗ്നൽസ് ഉണ്ട്.
കൺട്രോൾ സിഗ്നൽസ് 3 കൂടാതെ നമുക്ക് എന്തുണ്ട്? സ്റ്റാറ്റസ് സിഗ്നൽസ് 3 ഉണ്ട്. ഏതൊക്കെയാണ്? IO ബാർ M എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് സിഗ്നലും S1 S0 എന്ന് പറയുന്ന വേറൊരു സ്റ്റാറ്റസ് സിഗ്നലും. അപ്പൊ ഇത് എവിടെയാണെന്ന് നോക്കിയേ. നമ്മൾ S0യും S1ഉം കണ്ടു. എവിടെയാണ്? ഇത് എവിടെ നോക്കുക. ഇത് S0, ഇത് S1, ഇത് IO ബാർ M. ഓക്കെ, ഇനി ഇതിന്റെ വാല്യൂ 0 ആണെങ്കിൽ ആൻഡ് റീഡും ഹൈ ആയിട്ടുണ്ട് ആൻഡ് ഇതിന്റെ വാല്യൂ 0 ആണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? 0, അതായത് M ആണ് ഉദ്ദേശിക്കുന്നത്. മെമ്മറി റീഡ് ആണ്. ഇനി ഇതിന്റെ വാല്യൂ 1 ആണ്, റീഡ് ഓപ്പറേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് റീഡാണ്? IO റീഡാണ്. അതുപോലെ ഇതിന്റെ വാല്യൂ ഇത് റീഡ് ഓപ്പറേഷന് പകരം റൈറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ 0 ആണെങ്കിൽ മെമ്മറി റൈറ്റ്. ഇവിടെ ബാറിന് തന്നിരിക്കുന്നത് ഏതാണോ ബാർ ആണെങ്കിൽ അവിടെ വാല്യൂ 0 ആണ്. ഇത് ഇനിഷ്യലൈസ് ചെയ്യാൻ എടുക്കുക. അതായത് മെമ്മറി ആണ് ഓപ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ബാർന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0. IOയുടെ വാല്യൂ എന്താണ്? 1. ഈ ബിറ്റില് ഒന്നിലെ 0 അല്ലെങ്കിൽ 1 അങ്ങനെയല്ലേ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. 0 കൊടുത്തു കഴിഞ്ഞാൽ മെമ്മറിയിലേക്ക് റീഡ് ചെയ്യുക അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുക എന്നാണ് ഇൻസ്ട്രക്ഷൻ പോകുന്നത്. 1 എന്നാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ, ഇതിലൂടെ ഈ പിന്നിലൂടെ 1 ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് റീഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി മനസ്സിലായോ? അപ്പോൾ ഈ 8 ബിറ്റിന് ശേഷം S0, അത് കഴിഞ്ഞാൽ ALE, റൈറ്റ്, റീഡ്, S1, IO. അപ്പൊ ഇത്രയും സിഗ്നൽസ്, ഈ 6 എണ്ണം എന്ത് സിഗ്നൽസ് ആണ്? കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ്. ഈ 6 എണ്ണം എന്താണ്? അപ്പോൾ അഡ്രസ് ബിറ്റ്സ് 8 എണ്ണം കഴിഞ്ഞ്, അഡ്രസ് ബിറ്റ്സ് ലൈൻസ് 8 എണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 6 എണ്ണം എന്താണ്? കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ്. ഓക്കെ, കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. പവർ സപ്ലൈയുടെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു. VCCയും VSSഉം 20ാമത്തെ ഗ്രൗണ്ട് VSS, VCC എന്ന് പറയുന്നത് പവർ സപ്ലൈ 40ാമത്തെ പിന്ന്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ കാറ്റഗറി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനിയുള്ളത് എന്താണ്? ക്ലോക്ക് സിഗ്നൽസ്. എത്ര ക്ലോക്ക് സിഗ്നൽസ് ഉണ്ട്? 3 ക്ലോക്ക് സിഗ്നൽസ് ഉണ്ട്. X1, X2, ക്ലോക്ക് ഔട്ട്. ഓക്കെ, ക്ലോക്ക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് 3 ക്ലോക്ക് സിഗ്നൽസ് ഉണ്ട്. X1, X2 ആൻഡ് ക്ലോക്ക് ഔട്ട്. ഓക്കെ, അത് എവിടെയാണെന്ന് നോക്കണ്ടേ? ഓക്കെ, എവിടെയാണുള്ളത്? X1, X2, അത് X1, X2, 1ഉം 2ഉം ആണ് ക്ലോക്ക് സിഗ്നൽസ്. ക്ലോക്ക് ഔട്ട് എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് ക്ലോക്ക് ഔട്ട് വരുന്നത്. അപ്പൊ 1ഉം 2ഉം 37ഉമാണ് എന്ത് സിഗ്നൽസ്? ക്ലോക്ക് സിഗ്നൽസ്. 1, 2 and 37 are clock signals. Pin number 37. Okay, മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രപ്റ്റ്സ്. നമുക്ക് കുറേ ഇൻട്രപ്റ്റ്സ് ഉണ്ട്. ഇനി ബാക്കിയുള്ളത് മുഴുവൻ എന്താണ്? ഇൻട്രപ്റ്റ്സ് ആണ്. ഓക്കെ, ഇൻട്രപ്റ്റ് സിഗ്നൽസ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ സീരിയൽ ഇൻപുട്ടും സീരിയൽ ഔട്ട്പുട്ടും 2 സിഗ്നൽ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഇനിയുള്ളത് മുഴുവൻ എന്താണ്? ഇൻട്രപ്റ്റ്സ് ആണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇൻട്രപ്റ്റ് എന്താണ് എന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുറേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങൾ എന്തായാലും ആർക്കിടെക്ചർ തന്നെ ഓർത്ത് വെക്കാത്ത സ്ഥിതിക്ക് ഇത് ഓർത്ത് വെക്കാൻ സാധ്യതയില്ല. ഓക്കെ, ഇൻട്രപ്റ്റ് എന്താണെന്നാ പറഞ്ഞത്?
ഓർമ്മയുണ്ടോ? ഡാറ്റ, അതായത് പ്രോസസ്സറിന്റെ ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ നാനോ സെക്കൻഡ്സ് മതി. ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ചെയ്യാൻ ഒരുപാട് സമയം വേണം. അപ്പൊ അത് ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഇൻപുട്ട് വന്നിട്ടുണ്ടോ ഔട്ട്പുട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോയി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമ്പം ഒരുപാട് സമയം ലാഗ് ആവും. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഡിവൈസ് എന്നുള്ള ഡാറ്റയോ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അത് റെഡി ആവുമ്പോൾ ഒരു ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യും. ആ ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് പ്രോസസ്സർ അതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻപുട്ട് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുക. അല്ലെങ്കിൽ അതിന് കുറേ സമയം വേസ്റ്റ് ആവും. അതാണ് കോൺസെപ്റ്റ്, ഇൻട്രപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഇൻട്രപ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ. ഇൻറ്റ് എ എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് അക്നോളജ് ആണ്. ഓക്കെ, 5 ഇൻട്രപ്റ്റ് സിഗ്നൽസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇൻട്രപ്റ്റിന് വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് 5 ഇൻട്രപ്റ്റ് സിഗ്നൽസ് ആണ് ഉള്ളത്. ട്രാപ്പ്, RST 7.5. ഇനി ഇൻട്രപ്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് പറഞ്ഞുതരാം. ഇതിന് പ്രയോറിറ്റി അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെയാണ് അതിന്റെ പ്രയോറിറ്റി. ഫസ്റ്റ് ഹയസ്റ്റ് പ്രയോറിറ്റി ട്രാപ്പ് സിഗ്നൽസിനാണ്. സെക്കൻഡ് പ്രയോറിറ്റി RST 7.5, പിന്നെ RST 6.5, അടുത്തത് RST 5.5. ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ആണ് ഇൻട്രപ്റ്റ്. ഇനി ഇതിന് തിരിച്ചുള്ള കുറച്ച് സിഗ്നൽസ് ആണ് ഇൻട്രപ്റ്റ് അക്നോളജ്മെന്റ്. ഇൻട്രപ്റ്റിന് 5 സിഗ്നൽസ് ഉണ്ട്. ഇനി തിരിച്ച് ഒരു ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇൻട്രപ്റ്റ് ഇങ്ങോട്ടേക്കാണ് ഇൻഫർമേഷൻ വരിക. അപ്പോൾ അതായത് മൈക്രോ പ്രോസസ്സറിലേക്കാണ് ഒരു ഇൻട്രപ്റ്റ് വരിക. ഓക്കെ, ഒരു ഇൻട്രപ്റ്റ് ഉണ്ട്, എനിക്കൊരു ഇൻപുട്ട് കൊടുക്കാണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കാണ്ടെന്ന് പറഞ്ഞൊരു ഇൻട്രപ്റ്റ് മൈക്രോ പ്രോസസ്സറിലേക്കാണ് വരിക. അപ്പൊ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതാണ് ഇൻട്രപ്റ്റ് അക്നോളജ്മെന്റ് സിഗ്നൽ. ഓക്കെ, ഇൻട്രപ്റ്റ് അക്നോളജ്മെന്റ് സിഗ്നൽ ആണ് ഇൻട്രപ്റ്റ് എ. ഓക്കെ, ഞാനിപ്പോ റെഡിയാണ്, ഞാൻ ഇൻട്രപ്റ്റ് ഹാൻഡിൽ ചെയ്തോളാം. അപ്പൊ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പ്രോസസ്സർ ആ ഇൻട്രപ്റ്റിലേക്ക് പോവാം. ഒരു ഇൻസ്ട്രക്ഷന്റെ പകുതിക്ക് വെച്ച് പോവില്ല. ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ ചെയ്യില്ല, അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻട്രപ്റ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇൻട്രപ്റ്റിന് അക്നോളജ് കൊടുക്കണം. എനിക്ക് കിട്ടി, ഇൻട്രപ്റ്റിന്റെ ഇൻഫർമേഷൻ കിട്ടി, ഞാൻ പോവാം എന്നുള്ള തിരിച്ചൊരു റിപ്ലൈ ആണ് ഇൻട്രപ്റ്റ് അക്നോളജ്മെന്റ്. അത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ റീസെറ്റ് ഇന്നും റീസെറ്റ് ഔട്ടും. ഇൻപുട്ട് റീസെറ്റ് ചെയ്യുക, അതായത് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ആവാം ഔട്ട്പുട്ട് ആവാം. അപ്പൊ അതിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടതാണ് ഇത് രണ്ടെണ്ണം. റെഡി എന്ന് പറയുന്നത് the signal indicates that the device is ready to send or receive data. റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിവൈസ് ഇൻപുട്ട് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കാൻ ഞാൻ റെഡിയാണ് എന്ന് കാണിക്കുന്നതാണ് റെഡി എന്ന് പറയുന്ന സിഗ്നൽ. ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യൂ, കാരണം ഡാറ്റ ബസ് അല്ലെങ്കിൽ അഡ്രസ് ബസ് വേറെ ആരോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഡാറ്റ ബസ്സിൽ കൂടെയാണ് ഡാറ്റ ഇൻപുട്ട് നിന്ന് സ്വീകരിക്കേണ്ടത്, ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് ഡാറ്റ ബസ്സിൽ കൂടെയാണ്. ഇനി ഏത് ഡിവൈസിന് വേണം എന്നുള്ളത് അഡ്രസ് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സും വേണം നമുക്ക്. അപ്പോൾ അത് വേറെ ആരെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയാനാണ് ഹോൾഡ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ. ഹോൾഡിനുള്ള അക്നോളജ്മെന്റ് ആണ് HLDA. ഹോൾഡ് അക്നോളജ്മെന്റ് ആണ് HLDA. അപ്പൊ ഇത്രയുമാണ് ഇൻട്രപ്റ്റ്സിനുള്ളത്. ഇതാണ് ബാക്കിയുള്ള പിൻസ്. അപ്പൊ ഇത് ഏതൊക്കെ എവിടെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പിൻ ഡയഗ്രത്തില് എന്തെത്തി ഒരു മിനിറ്റ് കേട്ടാ, എന്തോ ഒരു പ്രശ്നം. ഓക്കെ, അപ്പൊ പിൻ ഡയഗ്രത്തില്
ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇതൊക്കെ എവിടെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇൻട്രപ്റ്റ് 5 എണ്ണം എന്ന് പറഞ്ഞു അല്ലെ. 5 ഇൻട്രപ്റ്റ് റിക്വസ്റ്റുകൾ. ഇത് 5 എണ്ണം ഇൻട്രപ്റ്റ്. ഇതിന് തൊട്ട് താഴെയുള്ളത് ഇൻട്രപ്റ്റ് അക്നോളജ്മെന്റ്. ഓക്കെ, ട്രാപ്പ്, RST 7.5, RST 6.5, ഇത് ഓരോ ടൈപ്പ് ഇൻട്രപ്റ്റ് ആണ് കേട്ടോ. ഇൻട്രപ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ ഞാൻ ഈ ഓരോ ടൈപ്പും എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇൻട്രപ്റ്റ്സ് പല ടൈപ്പ് ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 5 ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ്സ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇത് 5 എണ്ണം. ട്രാപ്പ്, RST 7.5, 6.5, 5.5, ദെൻ ഇൻട്രപ്റ്റ്. ഓക്കെ, ഇനി ഇതിനുള്ള അക്നോളജ്മെന്റ് ആണ് 11th ബിറ്റ്. പിന്നെയുള്ളത് ഇൻപുട്ട്, റീസെറ്റ് ഇൻപുട്ട്, ഹോൾഡ് അക്നോളജ്മെന്റ്. ഓക്കെ, ദെൻ റെഡി. 35, 36, 37 നമ്മൾ ഓൾറെഡി X1ഉം X2ഉം 37 ക്ലോക്കും, ഇത് ക്ലോക്ക് സിഗ്നൽസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇത് റീസെറ്റ് ഇന്നും റീസെറ്റ് ഔട്ട് മൂന്നാമത്തത്. അപ്പൊ 3, 6, 7, 8, 9, 10 ഇത് 5 എണ്ണം ഇൻട്രപ്റ്റ് അക്നോളജ്മെന്റ് 11. ദെൻ റീസെറ്റ് ഇന്ന് റീസെറ്റ് ഔട്ട്. റീസെറ്റ് ഇന്ന് 3ഉം റീസെറ്റ് ഇന്ന് 36ഉം റീസെറ്റ് ഔട്ട് 3ഉം. റെഡി, ഞാൻ റെഡിയാണ്, ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ഇൻഫർമേഷൻ 35. ഇനി ഹോൾഡ് ഓപ്ഷൻ ഞാൻ പറഞ്ഞു അല്ലെ, ഹോൾഡ് അക്നോളജ്മെന്റും 39ഉം 38ഉം. ഓക്കെ, ഇനി ബാക്കിയുള്ളത് ആകെ എന്ത് മാത്രമാണ്? 2 പിന്ന് സീരിയൽ ഇൻപുട്ടും സീരിയൽ ഔട്ട്പുട്ടും. അതേതൊക്കെയാണ്? സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നൽസ് 4, 5. 5 ഇൻപുട്ട്, 4 ഔട്ട്പുട്ട്. അപ്പൊ ഇത്രയുമാണ് പിൻ കോൺഫിഗറേഷൻ. ആർക്കിടെക്ചർ, ബസ് ഓർഗനൈസേഷൻ, പിൻ കോൺഫിഗറേഷൻ. ഇത് 3ഉം ഫിഗറും പഠിക്കണം, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും പഠിക്കണം. ഇത് ഓരോ പിന്നും എന്താണെന്ന് എഴുതിയാൽ തന്നെ അത്യാവശ്യം എസ്സേക്കുള്ള സംഭവമായി. 7 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഡ്രസ് ബസ്, ഡാറ്റാ ബസ്, 8 ബിറ്റ് ഡാറ്റാ ബസ്സും അഡ്രസ് ബസ്സും കൂടെ കമ്പൈൻഡ് ആണ്. പിന്നെ കൺട്രോൾ സ്റ്റാറ്റസ് സിഗ്നൽസ്, 3 എണ്ണം, ഡാറ്റാ സിഗ്നൽസ് 3 എണ്ണം. ഓക്കെ, പിന്നെ പവർ സപ്ലൈ 2 എണ്ണം, ക്ലോക്ക് സിഗ്നൽസ് 3 എണ്ണം, X1, X2, ക്ലോക്ക് ഔട്ട് 37. നിങ്ങൾ അങ്ങനെ പിൻ നമ്പർ വെച്ചിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇൻട്രപ്റ്റ്സ് ബേസിക്കലി 5 എണ്ണം ഉണ്ട്. 5 ഇൻട്രപ്റ്റും അടുത്തത് ഇൻട്രപ്റ്റ് അക്നോളജ്മെന്റും അടുപ്പിച്ചാണ് വരിക. പിന്നെ റീസെറ്റ് ഇന്നും റീസെറ്റ് ഔട്ടും. റീസെറ്റ് ഇന്ന് 3, റീസെറ്റ് ഇന്ന് 36, റീസെറ്റ് ഔട്ട് 3. പിന്നെ റെഡി ഉണ്ട്. റെഡി നമ്മൾക്ക് എവിടെയാണ് വരുന്നത്? ഇവിടെ ഈ 30 സംതിങ് ആണ്. പിന്നെ ഹോൾഡ് അക്നോളജ്മെന്റും 38, 39. ഓക്കെ, അതുപോലെ തന്നെ 4ഉം 5ഉം ആണ് സീരിയൽ ഇന്ന് സീരിയൽ ഔട്ട്. അപ്പോൾ ഇത്രയുമാണ് പിൻ കോൺഫിഗറേഷൻ.